സംഭവം നമുക്ക് കാണണ്ടേ? ടി വി ഉണ്ട്. വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കുടുംബഭരണം വന്നു തീരെ കൾച്ചർ ഇല്ലാതായി. ബ്ലഡി കൺട്രി പീപ്പിൾ. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. വീണ്ടും നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. നമ്മളെയാണല്ലോ മച്ചമ്പി. തോറ്റതിന്റെ പ്രധാന കാരണം നിങ്ങളോടുള്ള ദേഷ്യം. പാമ്പ് കടിച്ചോന്റെ വായി പാഷാണം കലക്കി ഒഴിക്കല്ലേ. പുറത്ത് ആളുകൾ വെയിറ്റ് ചെയ്യാൻ എന്താ തീരുമാനം അറിയാൻ വേണ്ടി പടം നയിച്ച ശീതളേട്ടൻ. അപ്പൊ ശീതളേട്ടൻ എന്താ കാരണവരാവണോ? എന്നിങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാട്ടാ. അതെന്താ? എന്താന്ന് അറിയില്ല. നിങ്ങൾക്കോ? എനിക്കിഷ്ടം. എനിക്കും കുറേശ്ശെ ഇഷ്ട. അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അതിന് പ്രാപ്തൻ സത്യേട്ടനാണ്. കാര്യം കണ്ടു കഴിയുമ്പോ ഒരുമാതിരി പാലം വലിക്കുന്ന പണി എന്റെ അടുത്ത് കാണിക്കരുത് കേട്ടോ. ഞാനാകണയിൽ വല്ല വിരോധം ഉണ്ടെങ്കിൽ അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? കുടുംബത്തെ സത്യേട്ടൻ ധീരതയോടെ നയിച്ചോളൂ. തറവാട്ട് ഗംഭീരാടി. വല്ല വാഴയും വെച്ചാ മതിയായിരുന്നു. നമ്മുടെ ദയനീയ തോൽവി ഓർത്തൊന്ന് സങ്കടപ്പെടാനുള്ള അവസരം പോലും ഈ ദുഷ്ടന്മാര് തരണം. നമ്മുടെ തറവാട്ടിലെ കാരണവരെ ഇന്ന് തെരഞ്ഞെടുക്കും. ഇത് പറയാൻ തുടങ്ങി എത്ര ദിവസമായി? രണ്ടാം ലോകമായത് കാലത്ത് പോലും ഇത്രയും ടെൻഷൻ ഉണ്ടായിട്ടില്ല. നടക്കാൻ പറ്റില്ല. ആൾക്കാർ മുഴുവൻ ചോദിക്കാണ് കാരണവരായില്ലേ. എന്നെ ഇതിലും നല്ലത് ഉറളക്കാൻ വിഴുങ്ങി അങ്ങ് ചത്തൂടെ ചായ. എന്ത് ചെയ്യാം? അങ്ങനെ ഒരു ഗതികേട് വന്നു പോയി. എന്നെ തീരുമാനിച്ചാൽ പോലും നമ്മളത് അംഗീകരിക്കും. ഇനി ആ പരിപ്പ് വേവൂല. വേവാൻ വയ്ക്കേയില്ല. ഹൈമുത്തശ്ശിന്റെ അടുത്ത് പോകുന്നുണ്ട് 3 ആളും. അതോടെ തീരുമാനമാവും. അതങ്ങനെ അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊട പിടിക്കും. ഇതുപോലെ നമ്മളെ ചിരിപ്പിച്ചു. എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ഇയാള്. തിങ്കള് ചൊവ്വയ്ക്കിടണം, ബുധന് വ്യാഴം ഇടണം. തങ്കക്കുടവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. ഇപ്പൊ ഞായറാഴ്ച ഒഴിവുണ്ടല്ലോ, ഞായറാഴ്ച എനിക്ക് ഉത്തിരുന്നൂടെ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? എന്നാ ഞാനങ്ങട്